ഇന്നത്തെ എപ്പിസോഡിൽ KPSC സണ്ണി എന്ന താരത്തെക്കുറിച്ചാണ് പറയുന്നത്. കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് അഥവാ KPSC മലയാള സിനിമയിലേക്ക് കൈപിടിച്ച് കയറ്റിയ നിരവധി അഭിനേതാക്കൾ മലയാള സിനിമയിലുണ്ട്. നാടകങ്ങളിൽ മികച്ച അഭിനേതാക്കളായി പേരെടുത്തതുപോലെ സിനിമയിലും അവർ തിളങ്ങി. എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന നിരവധി കഥാപാത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിക്കുകയും ചെയ്തു. അത്തരത്തിൽ KPSC നാടകങ്ങളിലൂടെ വരികയും സിനിമയിൽ നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്ത അഭിനേതാക്കളിൽ പ്രധാനിയായിരുന്നു KPSC സണ്ണി. 1980 കാലത്ത് വില്ലൻ വേഷങ്ങളിലൂടെയും പോലീസ് കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ നടനായിരുന്നു KPSC സണ്ണി. കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ച KPSC സണ്ണിയുടെ അർത്ഥനാമം സണ്ണി ഡിക്രൂസ് എന്നാണ്. സ്കൂൾ പഠനകാലത്ത് തന്നെ കലാരംഗത്ത് സജീവമായിരുന്നു സണ്ണി. സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് സ്നേഹം അനശ്വരമായി എന്ന നാടകം എഴുതുന്നത്. പഠനകാലത്ത് അഭിനയിക്കുകയും ഗായകനായി പേരെടുക്കുകയും ചെയ്ത സണ്ണി കോളേജിൽ പഠിക്കുമ്പോൾ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. പഠനത്തിനു ശേഷം പ്രശസ്ത നാടക സംഘമായ കലാനിലയത്തിൽ ചേർന്ന് നിരവധി നാടകങ്ങളിൽ പങ്കാളിയായി. ആ ഇടയ്ക്കാണ് സ്റ്റേറ്റ് സ്മോൾ സ്കെയിൽ അഗ്രികൾച്ചറൽ കോർപ്പറേഷനിൽ അക്കൗണ്ടന്റായി KPSC സണ്ണിക്ക് ജോലി കിട്ടുന്നത്. എന്നാൽ ജോലി തിരക്കിനിടയിലും നാടകത്തിനായി ഒരു സമയം സണ്ണി മാറ്റിവെച്ചിരുന്നു. നളന്ദ, വയലാർ നാടകവേദി, നാഷണൽ തുടങ്ങി നിരവധി നാടക സംഘങ്ങളിൽ സണ്ണി പ്രവർത്തിച്ചു. KPSCയിൽ ചേർന്ന് നാടകം അവതരിപ്പിക്കുവാൻ തുടങ്ങിയതോടെയാണ് തന്റെ പേരിനൊപ്പം നാടക സമിതിയുടെ പേര് കൂടി സണ്ണി ചേർത്തത്. KPSCയുടെ നാടകങ്ങളിലൂടെ പ്രശസ്തനായപ്പോഴാണ് സിനിമയിലേക്കും അദ്ദേഹത്തിന് അവസരം വരുന്നത്. 1962 കുഞ്ചാക്കോ ചിത്രം പാലാട്ട് കോമനിലൂടെയായിരുന്നു KPSC സണ്ണിയുടെ സിനിമാ ജീവിതത്തിന്റെ തുടക്കം. ചിങ്കപ്പൻ എന്ന കഥാപാത്രമായിട്ടാണ് KPSC സണ്ണി അന്ന് അഭിനയിച്ചത്. കുഞ്ചാക്കോ കൊട്ടാരക്കര ശ്രീധരൻ നായരെ നായകനാക്കി ഒരുക്കിയ പഴശ്ശിരാജ എന്ന ചരിത്ര സിനിമയിൽ കുങ്കൻ എന്ന കഥാപാത്രമായും സണ്ണി പിന്നീട് തിളങ്ങി. അക്കാലത്തെ പ്രശസ്തരായ എല്ലാ അഭിനേതാക്കൾക്കൊപ്പവും KPSC സണ്ണി അഭിനയിച്ചു. തച്ചോളി ഉദയനൻ, ഏണിപ്പടികൾ, പെൺപട, ചട്ടമ്പി കല്യാണി, അങ്ങാടി, കെണി, അഹിംസ, ജോൺ ജാഫർ ജനാർദ്ദനൻ തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ KPSC സണ്ണി അവതരിപ്പിച്ചു. ആദാമിന്റെ വാരിയല് എന്ന സിനിമയിലെ ഈപ്പച്ചൻ, ബോയിങ് ബോയിങ് സിനിമയിലെ ശ്രീകണ്ഠൻ നായർ, ഏപ്രിൽ 18 സിനിമയിലെ IG, യാത്ര സിനിമയിലെ ഫോറസ്റ്റ് ഓഫീസർ, രാജാവിന്റെ മകൻ സിനിമയിലെ അഡ്വക്കേറ്റ് അയ്യർ തുടങ്ങി നിരവധി കഥാപാത്രങ്ങൾ ഇപ്പോഴും പ്രേക്ഷകരുടെ ഓർമ്മയിൽ നിൽക്കുന്നവയാണ്. 90കളിൽ അഭിനയിച്ച സിനിമകളിലേറെയും നടനെ തേടിയെത്തിയത് വില്ലൻ കഥാപാത്രങ്ങളായിരുന്നു. ആ കഥാപാത്രങ്ങളെയെല്ലാം KPSC സണ്ണി ഗംഭീരമായി അവതരിപ്പിക്കുകയും ചെയ്തു. 20ാം നൂറ്റാണ്ട് സിനിമയിലെ കോശി, ഭൂമിയിലെ രാജാക്കന്മാർ സിനിമയിലെ വിശ്വംഭരൻ, CBI ഡയറക്കുറിപ്പിലെ CI അലക്സ്, ഓഗസ്റ്റ് 1 വിശ്വം തുടങ്ങിയ കഥാപാത്രങ്ങൾ ശ്രദ്ധേയമായിരുന്നു. ജാഗ്രത, ദൗത്യം, സീസൺ, ലാൽസലാം, ഇന്ദ്രജാലം, ഈ തണുത്ത വെളുപ്പാൻ കാലത്ത്, ഇന്നലെ, നമ്പർ 20 മദ്രാസ് മെയിൽ, കടത്തനാടൻ അമ്പാടി, നയം വ്യക്തമാകുന്നു, ആനവാൽ മോതിരം തുടങ്ങി ഇപ്പോഴും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട നിരവധി സിനിമകളിൽ KPSC സണ്ണിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കിഴക്കൻ പത്രോസ് സിനിമയിലെ വികാരിയച്ചൻ, ആയിരപ്പറയിലെ ചാക്കോ, മഹാനഗരത്തിലെ DYSP ശങ്കരമേനോൻ, കമ്മീഷണർ സിനിമയിലെ കുഞ്ഞിമൊയ്തീൻ സാഹിബ്, സൈന്യം സിനിമയിലെ പ്രതിരോധ മന്ത്രി തുടങ്ങിയ കഥാപാത്രങ്ങളും ശ്രദ്ധ നേടിയിരുന്നു. 2005 പുറത്തിറങ്ങിയ 5 ഫിംഗേഴ്സ് എന്ന സിനിമയിലാണ് KPSC സണ്ണി അവസാനമായി അഭിനയിച്ചത്. നിരവധി തവണ ഫിലിംഫെയർ പുരസ്കാരവും നടനെ തേടിയെത്തി. 2006 ഏപ്രിൽ 18 ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെടുമ്പോൾ ആ കലാകാരന് 72 വയസ്സായിരുന്നു പ്രായം. ഏപ്രിൽ 18 അദ്ദേഹത്തിന്റെ ജന്മദിനം കൂടിയായിരുന്നു. അനശ്വര കലാകാരന് ജസ്റ്റ് റിലാക്സ് TVയുടെ ഓർമ്മപ്പൂക്കൾ. കൂടുതൽ വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അമർത്തുക. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.